ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗ്ലാദേശിൽ നിന്ന് വലിയ ജനക്കൂട്ടമാണ് ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ അതിർത്തി രക്ഷാസേന അവരുമായി സംസാരിക്കുകയും അവരെ തിരികെ ബംഗ്ലാദേശിലേക്ക് മടക്കിവിടുന്ന കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ ഇപ്പോഴത് സ്ഥിതി മാറിയിരിക്കുന്നു, സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ത്രിപുരയിൽ ഖൊവായി എന്ന് പറയുന്ന ബോർഡറിൽ ആ ബോർഡർ വഴി 15 തൊട്ട് 20 പേർ വരെ അടങ്ങുന്ന ചെറു സംഘങ്ങളായി അതിർത്തി കടക്കാൻ ശ്രമിച്ചവരെ തുരത്തി ഓടിക്കാൻ നമ്മുടെ അതിർത്തി സേന ഒരു റൗണ്ട് വെടിവെച്ചതായി സേനാ വക്താവ് തന്നെ അറിയിച്ചിരിക്കുന്നു. മറ്റൊരു നീക്കം പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ അതിർത്തി കടക്കാനെത്തിയ അബ്ദുള്ള എന്ന കള്ളക്കടത്തുകാരനെ സംഘത്തിനെ നേർക്ക് വെടിവെച്ചു. അബ്ദുള്ളയെ കൊലപ്പെടുത്തി സൈന്യം. 115ാം ബറ്റാലിയനാണ് ഈ കൊള്ളക്കാരെ തുരത്തി ഓടിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ത്രിപുരയിലുള്ളവർ ഈ വെടിവെപ്പിനെ തുടർന്ന് അവർ തിരികെ ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ അങ്ങനെ ആയിരുന്നില്ല. ആയുധങ്ങളുമായി BSFനെ ആക്രമിക്കാനായി ഈ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ, അബ്ദുള്ള ഒരു കള്ളക്കടത്തുകാരനാണ്, അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഒരു സംഘം എത്തുകയായിരുന്നു. മാൾഡ ബോർഡറിൽ വെച്ചാണ് സംഭവം നടന്നത്. അവിടുത്തെ 115ാം നമ്പർ ബറ്റാലിയനാണ് അവിടുത്തെ അതിർത്തി സുരക്ഷയുടെ ചുമതലയുള്ളത്. ആ ബറ്റാലിയനുമായി ഏറ്റുമുട്ടുകയും ഈ അബ്ദുള്ളയെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ പഴയതുപോലെ അല്ല കാര്യം. അതിർത്തി കടന്നെത്തുന്നവർക്ക് നേരെ വെടിയുണ്ടയാണ് മറുപടി നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സേന മെഗാഫോണിലൂടെ അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു മടങ്ങിപ്പോകണമെന്ന്. അത് കേൾക്കാതെ വലിയ രീതിയിലേക്ക് എരച്ചെത്തുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയും വെടിവെപ്പ് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ BSFനെ ആക്രമിച്ച് അകത്ത് കടക്കാമെന്ന് കരുതുന്നവർക്ക് വെടികൊണ്ടുകൊണ്ട് സൈന്യം മറുപടി നൽകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.